guys, hi, hello guys, welcome back to Reshh vlogs. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഇപ്പം ഞാനൊരു ഈവനിങ് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ അതിന് ഒരുങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ നമുക്ക് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ഞാൻ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. സോ ഏകദേശം ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ മേലെയും അപ്ലൈ ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ നമ്മളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുന്നില്ല. എന്തായാലും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പക്ഷേ അപ്ലൈ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഡയറക്റ്റായിട്ട് കോമ്പാക്ട് പൗഡറിലാണ് പോകുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ഉറക്കവും വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കണ്ണ് കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ കോമ്പാക്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. സോ കുറച്ച് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ബ്രഷാണ് കേട്ടോ ഇത്. സോ നമ്മളുടെ കോമ്പാക്ട് പൗഡർ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ദെൻ ഇൻ ബിറ്റ്വീൻ ഞാനൊരു സ്റ്റെപ്പ് ഞാൻ മിസ് ചെയ്തു കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടില്ല. സോ ENN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ്. കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് തന്നെ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഫേസിൽ ഞാൻ അത്രയും ചെയ്യാറുള്ളൂ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. ഈവൻ ഇതുപോലും ഞാൻ ചെയ്യാറില്ല. മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീൻ ലോഷനോ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ ഡയറക്റ്റായിട്ട് കണ്ണിലോട്ടേക്കാണ് പോകുന്നത്. കണ്ണിൽ ഞാൻ കാര്യമായിട്ട് എന്താ പറയുക വർക്ക് ചെയ്യുന്നൊന്നുമില്ല. എന്നിരുന്നാലും ഐലൈനറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് ഫസ്റ്റ് കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ 95 ബ്ലാക്ക് ഇമ്പാക്ട് ലൈനറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്രോഡക്റ്റ്സ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി വിങ്ഡ് ഐലൈനർ ലുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വളരെ തിന്നായിട്ടുള്ള രീതിയിൽ കണ്ണെഴുതുവാണ്. അതേപോലെ ഈ ഒരു സൈഡും ശേഷം ഞാൻ നമ്മളുടെ മസ്കാര അപ്ലൈ ചെയ്യാൻ പോകട്ടോ. മെയ്ബ്ലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ളൊരു മസ്കാരയാണ്. തീർച്ചയായിട്ടും വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ എക്സസ് ആയിട്ടുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തോട്ടേക്ക് തന്നെ മാറ്റുക. ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കണ്ണിൻ്റെ വെളിയിലൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. താഴെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ താഴെയാവും, ഭയങ്കര വൃത്തിയിടാം. പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. എക്സസ് ആയിട്ടുള്ളൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ ആക്കി കളയുന്നുണ്ട്. സോ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സസ് ആയിട്ട് വല്ലതും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂളിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത മസ്കാരയുടെ മേലെ കൂടി ഒന്ന് വെറുതെ ഓട്ടിച്ച് വിടാം.
സോ അത്യാവശ്യം ഒരു കുട്ടി പൊട്ട്. ഞാൻ പൊട്ട് ഓടുമ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, ഐബ്രോസ് എഴുതാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല ഇന്ന് തീരെ മൂടില്ല, എനിക്ക് ഒരുമാതിരി ഉണ്ടെന്ന്. പക്ഷേങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഞാനിപ്പോൾ ഡെയിലി ബേസിസിൽ ഓരോരോ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം ഓർമ്മയുണ്ടാവും, ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം തോന്നും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് ചുമ്മാ നമ്മുടെ പിരികൊക്കെ ഒന്ന്, എൻ്റെ ഓൾറെഡി തിക്കാണ് അത്യാവശ്യം, അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് എഴുതാറില്ല. എന്നിരുന്നാലും ഒന്ന് നന്നായിട്ട് കോംപ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ആക്കി കൊടുക്കാം. സോ എനിക്ക് ഇച്ചിരി അവിടെ കുറച്ച് എന്താ പറയുക സ്പോട്ട് പോലെ വിട്ടിട്ടുണ്ട്. അവിടെ മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു നാച്ചുറൽ ബ്രൗൺ ഷെയ്ഡാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോസ് വരഞ്ഞു ആ ഒരു രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ തോന്നിക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഫുള്ളായിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ നമ്മുടെ സ്പൂളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് പ്ലേസ് ചെയ്യാം. സോ നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്, പൊട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ബിലിൻ്റെ വിൻറ്റേജ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡാണ്. സോ ഇത് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത ശേഷം ഒരു ബ്ലഷ് എന്നുള്ള രീതിയിൽ കുറച്ച് ഞാൻ അഗെയിൻ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. ഒരു 3 ഡോട്ട് 1 2 3 ഇവിടെയും അപ്ലൈ ചെയ്തതിന് ശേഷം സ്പഞ്ച് വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എക്സസ് ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ആക്സസറീസ് ഒക്കെ ഇടാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, എല്ലാവർക്കും നല്ല രീതിയിൽ ചേർന്ന് പോകുന്ന ഒരു ലുക്കും കൂടിയാണ്. മാത്രമല്ല ലിമിറ്റഡ് പ്രോഡക്റ്റ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സും ഓർണമെന്റ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ആൻഡ് ബൈ.